ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ള എനർജി ഫീൽ ചെയ്യും. എന്നാൽ ചില ആളുകളുടെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് നിന്ന് ഓടിപ്പോയാൽ മതിയെന്ന് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഈ കംപ്ലയിൻസിനെ കുറിച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തുവാനുള്ള 5 ഹൈ ഫ്രീക്വൻസി ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിലൊന്നെന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ നന്ദിയോടുകൂടി തന്നെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുക എന്നുള്ളത്. അതായത് നമ്മളെപ്പോഴും ഈ പ്രശ്നങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കാറ്. പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തായിരിക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കാറ്. എന്നാൽ അതിനെ ഒന്ന് മാറ്റിപ്പിടിച്ചതിന് ശേഷം നമുക്ക് നന്ദി അർപ്പിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 കാര്യങ്ങൾക്കെങ്കിലും നന്ദി അർപ്പിച്ചുകൊണ്ട്, ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു ദിവസം തുടങ്ങുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് അവർ മൈൻഡ്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ ഈ ഗോസിപ്പ് ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാറ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഈ ശീലം ഒന്ന് മാറ്റി നോക്കിക്കേ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കാണാനും കേൾക്കുവാനും ഒക്കെയുള്ള മാർഗങ്ങളൊന്ന് സ്വീകരിച്ച് നോക്കുക. മൂന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് സ്പീക്ക് പോസിറ്റീവ് വേർഡ്സ്. അതായത് നമുക്ക് പറ്റില്ല, കഴിയില്ല, എല്ലാം തടസ്സമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അതിനെ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും, ഇപ്പോൾ ഒരു പ്രശ്നമാണ് നമുക്കുണ്ടായിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞു, ഇനിയൊരു അവസരമാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നതെങ്കിൽ എനിക്കതിനെ നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തുവാനുള്ള ഒരു വഴിയാണ്. നാലാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മളെ വളർത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും ആക്ഷൻസ് ഓരോ ദിവസവും എടുക്കുക എന്നുള്ളതാണ്. അതായത് ഇന്നലത്തേതിനേക്കാൾ നമുക്ക് എത്രത്തോളം ഇന്ന് ബെറ്റർ ആകാൻ കഴിയുന്നുണ്ട്, അതിനു വേണ്ടുന്ന ഏതെങ്കിലും നല്ല സ്കില്ലുകൾ പഠിക്കുന്നതാകട്ടെ, നല്ല നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതാകട്ടെ, നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ആക്ഷൻസ് ഓരോ ദിവസവും എടുത്തു പോകുവാനായിട്ട് നമ്മൾ തയ്യാറാവുക. അഞ്ചാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് എൻഡ് ദ ഡേ വിത്ത് റിഫ്ലക്ഷൻ. വേറൊന്നുമല്ല, ഒരു ദിവസം അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് 3 ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതുക. 1, ഞാൻ ഇന്ന് എന്താണ് പഠിച്ചത്? 2, ഞാൻ ഇന്ന് എന്താണ് നന്നായി ചെയ്തത്? 3, നാളെ ഞാൻ എന്നെ എങ്ങനെ മെച്ചപ്പെടുത്തും? അപ്പോൾ ഈ 5 ഹയർ ഫ്രീക്വൻസി ഹാബിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്.